ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലയ്ക്ക് അവശേഷിക്കുന്നത് വെറും 10 ദിവസങ്ങൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം സിജോ കൂടി പുറത്തായതിനാൽ സീസൺ 6 ടോപ്പ് 6 മത്സരാർത്ഥികളെ ഇപ്പോൾ കിട്ടിയിരിക്കുക തന്നെയാണ്. ജിൻഡോ, ജാസ്മിൻ, ഋഷി, അഭിഷേക്, ശ്രീതു, അർജുൻ എന്നിവരാകും ടോപ്പ് 6 മത്സരാർത്ഥികൾ. ടോപ്പ് 6 ആരൊക്കെയാകുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുക തന്നെയാണ്. ടോപ്പ് 6 ആരൊക്കെയാകുമെന്ന് അറിഞ്ഞതോടെ പ്രേക്ഷകരെല്ലാം അതൃപ്തിയിലാണ്. അതിന് കാരണം 90 ദിവസമായി സേഫ് ഗെയിം കളിക്കുന്ന ശ്രീതു ടോപ്പ് 6 എത്തിയെന്നുള്ളത് തന്നെയാണ്. നോറ അടക്കമുള്ളവരുടെ എവിക്ഷൻ പോലും ശ്രീതു ഹൗസിൽ നിൽക്കുന്നിടത്തോളം കാലം അൺഫെയറായി മാത്രമേ വിലയിരുത്താൻ പറ്റൂ എന്നാണ് കമൻറ്റുകൾ വരുന്നത്. ഹൗസിൽ വന്ന ശേഷം ഒന്നിലും തലയിടാതെ സേഫ് സോൺ പിടിച്ചാണ് ശ്രീതുവിൻ്റെ ഗെയിം. പിന്നെ അർജുനൊപ്പം ചേർന്ന് കോംബോ ഗെയിം കളിക്കുന്നതിനാൽ ഒരു വിഭാഗം അർജുൻ ശ്രീതു കോംബോ ഫാൻസും ശ്രീതുവിനുമുണ്ട്. ഗെയിം കളിച്ചില്ലെങ്കിലും ഒലിപ്പിച്ച് ക്രിഞ്ച് പിടിച്ച് നടന്നാൽ ടോപ്പ് 5 കപ്പടിക്കാൻ വരെ സാധിക്കുമെന്നാണ് അർജുനും ശ്രീതുവും തെളിയിച്ചുവെന്നാണ് ടോപ്പ് 6 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പ്രേക്ഷകരിപ്പോൾ കുറിക്കുന്നത്. മത്സരാർത്ഥികൾ പലരും ശ്രീതുവിനെ ഒരു എതിരാളിയായി പോലും പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നോമിനേഷൻ ലിസ്റ്റിൽ പോലും ശ്രീതു ഉൾപ്പെട്ടിരുന്നില്ല. അർജുനും ടാസ്കുകൾ മാത്രം ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഒരിക്കൽ പോലും ഹൗസിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നില്ല അർജുൻ. പക്ഷേ ശ്രീതുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അർജുൻ്റെ ഗ്രാഫ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ്. ഇപ്പോഴിതാ ശ്രീതുവും അർജുനും ടോപ്പ് 6 ഇടം നേടിയതിനെ വിമർശിച്ച BB പ്രേക്ഷകരിൽ ഒരാൾ കുറിച്ച കുറിപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചില്ലെങ്കിലും ഒലിപ്പിച്ച് ക്രിഞ്ച് പിടിച്ച് നടന്നാൽ ടോപ്പ് 5 ഇനി കപ്പടിക്കാൻ വരെ സാധിക്കുമെന്ന് തെളിയിച്ച 2 പേരാണ് അർജുനും ശ്രീതുവും. പുറത്ത് PR ടീം സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സുകൾ കയ്യേറിയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പരകായ പ്രവേശൻ ടാസ്കിൽ ശ്രീതു അർജുനെ ചെയ്ത് കാണിച്ചപ്പോഴാണ് അർജുൻ BB ഹൗസിൽ ചെയ്തത് എന്തൊക്കെയാണെന്ന് മനസ്സിലായതെന്നാണ് കുറിപ്പുകൾ. പരകായ പ്രവേശം ടാസ്കിൽ വെറുതെ അർജുൻ്റെ വേഷം ധരിച്ച് സോഫയിൽ ഇരിക്കുക എന്നതല്ലാതെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യാൻ ശ്രീതുവിന് ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രമാണ് അർജുൻ ഹൗസിൽ കാഴ്ചവെച്ചിരുന്ന പ്രകടനവും. നോറയും സിജോയും പോലും ഫൈനലിൽ കാണാതെ പോയത് അർജുൻ ശ്രീതു കോംബോ കാരണമാണെന്നും പരാതി പ്രേക്ഷകർക്കുണ്ട്.